രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഓഡിയോ 2-3 ദിവസം മുമ്പ് പുറത്ത് വന്നായിരുന്നു. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാനത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടം അതിജീവിത എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീയോട് സംസാരിച്ച രീതി വളരെ മോശമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ സംസാരിച്ച കാര്യം കറക്റ്റല്ലേ എന്നതാണ് എൻ്റെ ഒരു സംശയം. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിനകത്ത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ആരാണെന്ന് ഇവരുടെ 2 ഉറ്റ സുഹൃത്തുക്കൾ ചോദിച്ചിട്ട് പോലും ഈ രാഹുലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം എന്താണ്? അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം എന്ന് പറയുമ്പം രാഹുൽ ചോദിക്കുന്നുണ്ട്, എങ്ങനെ മാനേജ് ചെയ്യും എന്നാണ് നീ പറയുന്നത്? അത് ഞാൻ അവരോട് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തരാത്ത, അല്ലെങ്കിൽ ഞാൻ നിനക്ക് തരുന്നത് കൂടുതൽ ട്രസ്റ്റാണോ സുഹൃത്തുക്കൾ തരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ നിന്റെ സുഹൃത്തുക്കൾ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ മെൻ്റലി ട്രോമയിലിരുന്നപ്പോൾ അല്ലെങ്കിൽ മെൻ്റലി വീക്കായിരുന്നപ്പോൾ അവരാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നത്, അവരെൻ്റെ കൂടെ ഇരുന്നു, ടൈം സ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം രാഹുൽ മാങ്കൂട്ടം എന്താ പറഞ്ഞത്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്താൽ ഈ പ്രശ്നം മൊത്തം പബ്ലിക്കിൽ പോവുകയല്ലേ എന്നാണ്. ഇനി പറയാതിരുന്നാൽ അല്ലെങ്കിൽ അബോർഷനല്ലേ ഓപ്ഷനുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ ആരാന്നറിയാത്ത കൊച്ചിനെ കൊണ്ട് ജീവിക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. തന്തയില്ലാത്ത കൊച്ചിനെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, യൂസ് ചെയ്ത വേർഡ്സിനകത്തൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ആരോടും സംസാരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിവേ, അങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കില്ല നിന്നെക്കാളും വിശ്വാസം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. മീൻസ് ഈ ഫ്രണ്ട്സിനെ നിന്നെക്കാളും വിശ്വാസമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നല്ലേ ഈ പ്രശ്നം ലീക്കായതും ഇത്രയും പ്രശ്നമായതും ഇപ്പം ഈ അതിജീവിത ആരാണെന്നുള്ള കാര്യം റിവീലായതും അതിജീവിതയ്ക്ക് ഇപ്പം ഒന്നും പറ്റാത്ത അവസ്ഥയായതും ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നല്ലേ? ഇത് തന്നെയല്ലേ ഈ രാഹുൽ മാങ്കൂട്ടം ആദ്യം തന്നെ പറഞ്ഞ്, നമ്മൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്, ഫ്രണ്ട്സിനോട് പറയരുത്, ഫ്രണ്ട്സിനെ അങ്ങനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഫ്രണ്ട്സിനെ വിശ്വസിച്ചത് കൊണ്ട് പറ്റിയ ഒരു പാളിച്ചയല്ലേ ഇതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സാമാന്യ ബോധത്തിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ വലിയ ഇന്റലക്ച്വൽ ചിന്തയൊന്നും ചിന്തിക്കണ്ട, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. അവൻ പറഞ്ഞ രീതി മോശമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല, ഈ മറ്റേ മോളെ മറിച്ചേ മോളെ ഒന്നും വിളിക്കാൻ പാടില്ല. പക്ഷേ പറഞ്ഞ കാര്യം അതല്ലേ ശരി, അതല്ലേ കറക്റ്റ്? ഇവരിത് ഡീൽ ചെയ്യോ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ ഇത് ഇത്ര പ്രശ്നമാകുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അവരുടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണ്, 2 പേര് ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് അത്ര ഇൻറ്റിമേറ്റ് ആണെന്ന് പറഞ്ഞ്, എനിക്ക് അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോയി ഇപ്പം തീരുമാനമായി. അവൻ്റെ ലൈഫ് പ്രശ്നമായി, ഇവളുടെ ലൈഫ് പ്രശ്നമായി, ഇവളുടെ ഹസ്ബൻഡിൻ്റെ ലൈഫ് പ്രശ്നമായി, കുറേ പ്രശ്നമായില്ലേ? അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത്? അതോ ഞാൻ പറഞ്ഞത് തെറ്റാണോ?